blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക സഹായി ഒരു വ്യക്തി മാത്രമാണ്. പത്തനംതിട്ടയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഒരു നല്ല ജോലി ഉണ്ടാകുവാനായി കർത്താവ് കൃപ ചെയ്യണമേ. അതുമാത്രമല്ല, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ തൻ്റെ ജീവിതത്തിൽ കൊടുത്ത് ദൈവമേ നീ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ ഭവനത്തിൽ ചെന്ന് അനുഗ്രഹങ്ങൾ പകർന്നതുപോലെ തന്നെ കർത്താവെ, ദൈവം യോജിപ്പിക്കുന്ന ഒരു അനുഗ്രഹത്തെ അങ്ങ് നൽകണമേ കർത്താവെ. ആ ഭവനത്തിനകത്തേക്ക് ഒരു മകളെ അങ്ങ് കൊണ്ടെത്തിക്കണമേ എന്നുകൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീകമായ വളർച്ചയുണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനമാകുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമാകുവാൻ, അതുമാത്രമല്ല കർത്താവ്, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കി അവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക അഭിഷേകവും ദൈവകൃപയും അവരുടെ ഭവനത്തിന് അകത്ത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ, ഈ സാമ്പത്തിക സഹകാരിയെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയോടുള്ള പ്രത്യേകമായ നന്ദി ഞങ്ങളിപ്പോൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നന്മകൾ നിങ്ങളുടെ തലമുറകളിൽ എല്ലാ കാലത്തും കാണട്ടെ എന്നുകൂടെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ബ്രദർ തരുന്ന സന്ദേശങ്ങളൊക്കെ നല്ല സന്ദേശങ്ങളാണ്. നമ്മൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല അനുഗ്രഹങ്ങളും കിട്ടുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് കൊല്ലം. ജൂൺ 20-21 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ CSI കൺവെൻഷൻ സെന്റർ, കാരവാൻ സ്കൂൾ, QS റോഡ്, ചിന്നക്കട, നിയർ കൊല്ലം ബ്ലെസ്സിംഗ് സെന്റർ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 8111996002. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. Thieves will come, robbers will come to steal away my sheep, but I will never let them go, because I have given my life for them. I gave my lifeblood for them. They are so precious to me. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Then he said to his disciples, the harvest is plentiful, but the workers are few. അപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. Everybody say, harvest is plentiful. പറയാമോ? കൊയ്ത്ത് വളരെയുണ്ട്. വീണ്ടും, കൊയ്ത്ത് വളരെയുണ്ട്. When Jesus was speaking these words back then in his days, the total world population was 150 million people. യേശു ഈ കാലഘട്ടത്തിൽ ഇത് പറയുന്ന സമയത്ത് 180 ദശലക്ഷം, അതായത് 15 കോടിയോളം ആളുകളാണ് ലോക ജനസംഖ്യ. എത്രയാ? And Jesus said, harvest is plentiful. കർത്താവ് പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്. Disciples, you have to win 150 million people. Harvest is plentiful. ശിഷ്യന്മാരെ, ഈ 15 കോടി ജനത്തെയും നിങ്ങൾ നേടേണ്ടതുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്. I'm sending to different villages and towns. ഞാൻ നിങ്ങളെ പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് അയക്കുകയാണ്. After I go, you have to go to the whole world, to the uttermost parts of the world, and win them for me. ഞാൻ പോയ ശേഷം നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് ആളുകളെ എനിക്ക് വേണ്ടി നേടണം. 12 people win the whole world. 12 പേർ മുഴു ലോകത്തെയും നേടി. But today, ഇന്ന് what can we say? Harvest is plentiful or less?
ഇന്ന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കൊയ്ത്ത് വളരെ ഉണ്ടോ ഇല്ലയോ? We have 7.2 plus billion people on earth today. 720 കോടിയിലധികം ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അന്ന് 15 കോടി, ഇന്ന് എത്രയാ? 2 പേരുടെ ഒരു harvest is plentiful. കൊയ്ത്ത് വളരെ ഉണ്ട്. But there is a challenge. പക്ഷെ ഒരു വെല്ലുവിളിയുണ്ട്. The workers are few. വേലക്കാരോ ചുരുക്കം. പറഞ്ഞേ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. Jesus did not say harvest is plentiful, pastors are few. യേശു ഒരിക്കലും കൊയ്ത്ത് വളരെയുണ്ട്, പാസ്റ്റർമാർ ചുരുക്കമെന്ന് പറഞ്ഞില്ല. Jesus never said apostles are few. അപ്പോസ്തലന്മാർ കുറവാണെന്ന് കർത്താവ് പറഞ്ഞില്ല. Jesus never said evangelists and teachers are few. സുവിശേഷകന്മാരും പഠിപ്പിക്കുന്നവരും കുറവാണെന്ന് കർത്താവ് പറഞ്ഞില്ല. Jesus never said missionaries are few. മിഷണറിമാർ കുറവാണെന്നും കർത്താവ് പറഞ്ഞില്ല. But Jesus said workers are few. കർത്താവ് പറഞ്ഞത് വേലക്കാരോ ചുരുക്കം. What do you understand? എന്ത് മനസ്സിലായി? There are many pastors and apostles and teachers and so-called big titles, but the real workers for the kingdom of God to bring in the harvest are few. നിരവധി കണക്കിന് പാസ്റ്റർമാരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന, കൊയ്ത്ത് എടുക്കുന്ന ആ വേലക്കാർ ചുരുക്കമാണ്. There is a public question that is ringing in your ears today. ഇതാ പൊതുവായ ഒരു ചോദ്യം നിങ്ങളിലേക്ക് ഞാൻ നൽകുകയാണ്. Can you be a worker of Jesus? യേശുവിൻ്റെ ഒരു വേലക്കാരനാകുവാൻ നിങ്ങൾ തയ്യാറാണോ? You may not become great reverend, but can you be a worker? വലിയ റവറന്റുമാരാകുവാൻ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കാം, പക്ഷെ യേശുവിൻ്റെ വേലക്കാരനാകാൻ തയ്യാറാണോ? You may not become a big apostle, but can you be a worker in the field? വലിയ അപ്പോസ്തലനാകുവാൻ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വേലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വേലക്കാരനാകുവാൻ, ശുശ്രൂഷക്കാരനാകാൻ കഴിയുമോ? God send me to London and Ladakh. കർത്താവേ, എന്നെ ലണ്ടനിലേക്കും ലഡാക്കിലേക്കും അയക്കണമേ. No. The next door is your mission field. അല്ലല്ല, നിന്റെ തൊട്ടപ്പുറത്തെ വീടില്ലേ, അതാണ് നിന്റെ മിഷൻ ഫീൽഡ്. Not Uttar India, not Dakshin India. Your neighbor is your first mission field. വടക്കേ ഇന്ത്യയല്ല, തെക്കേ ഇന്ത്യയല്ല, നിങ്ങളുടെ അയൽക്കൂട്ടം ഏതാണ്, നിങ്ങളുടെ അയൽവാസി ഏതാണ്, അതാണ് നിങ്ങളുടെ ആദ്യത്തെ മിഷൻ ഫീൽഡ്. When you are faithful in the least, he will send you to India or Indonesia or West Indies. നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരാകുമ്പോൾ ദൈവം ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും വെസ്റ്റ് ഇൻഡീസിലേക്ക് നിങ്ങളെ അയക്കും. I remember when I started my ministry. ഞാൻ ഓർക്കുന്നു, ശുശ്രൂഷകൾ ഞാൻ ആരംഭിച്ചപ്പോൾ I was going to slums. ഞാൻ തെരുവുകളിലേക്ക് പോകുമായിരുന്നു, Housing colonies. കോളനികളിലേക്ക്. I used to go to public call booths, telephone booths in railway stations and bus stands. റെയിൽവേ സ്റ്റേഷനുകളിലെ പബ്ലിക് ബൂത്തുകളിലേക്ക് പോകും. I used to go to huts. ചെറിയ കുടിലുകളിലേക്ക് കയറി ചെല്ലും. I used to sit there, അവിടെ പോയിരിക്കും, spend hours and share the gospel. മണിക്കൂറുകൾ ചെലവഴിച്ച് അവരോട് സുവിശേഷം പങ്കുവയ്ക്കും. There was no platform like this. ഇതുപോലെ ഒരു പ്രസംഗ പീഠം ഉണ്ടായിരുന്നില്ല. Pulpit like this. ഇതുപോലെ പുൾപിറ്റ് ഉണ്ടായിരുന്നില്ല. There was no microphone like this. മൈക്രോഫോൺ ഉണ്ടായിരുന്നില്ല. But I wanted to become a worker for Jesus. എനിക്ക് യേശുവിന് വേണ്ടി ഒരു വേലക്കാരനാകാനായിരുന്നു ആഗ്രഹം. I found myself in the harvest field. കൊയ്ത്തിന്റെ വയലിൽ ഞാൻ സമയം കണ്ടെത്തി. I had only a bicycle. എനിക്കൊരു സൈക്കിളാണ് Not ഉണ്ടായിരുന്നത്, even a motorbike. ബൈക്ക് പോലും ഉണ്ടായിരുന്നില്ല. But every day I used to travel, sometimes kilometers, with that bicycle and share the gospel, distributing tracts. ആ സൈക്കിൾ ചവിട്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ട്രാക്റ്റുകൾ വിതരണം ചെയ്ത് ഞാൻ സുവിശേഷം അറിയിക്കുമായിരുന്നു. To handicapped people, sick people, I used to go to hospitals. ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലും, രോഗികളുടെ അടുക്കൽ, അംഗവൈകല്യമുള്ളവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലും. I used to go to leprosy hospitals. കുഷ്ഠരോഗികൾ താമസിക്കുന്ന ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലും. I used to go to orphanages. ഓർഫനേജുകളിലേക്ക് പോകും. On this harvest Sunday, the Holy Spirit is challenging all His children. Can you be my worker? ഈ കൊയ്ത്തിന്റെ ഞായറാഴ്ച ദിവസം പരിശുദ്ധാത്മാവന്റെ സകല കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ വേലക്കാരാകുവാൻ സാധ്യമാണോ? But Lord, I don't know the Bible.
കർത്താവേ എനിക്ക് ബൈബിൾ അറിയില്ല. My question is this: John chapter 4, the Samaritan woman, when she got to know the Messiah, the first thing that she did was not going to a Bible seminary or theological seminary, a Bible college, but the first thing that she did was to go to the town and scream out, I have found the Messiah, come, come, come. നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പരാതി പറയണ്ട. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു ശമരിയക്കാരെ കാണുന്നു. അവൾ ആദ്യമായി മശിഹയെ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ നേരെ ബൈബിൾ സ്കൂളിലേക്കല്ല ഓടിയത്, അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് സകല പട്ടണവാസികളോടും പറഞ്ഞു, ഞാനിതാ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു, വരിക, എൻ്റെ കൂടെ വരിക, എൻ്റെ കൂടെ വരിക. കൈപൊക്കി പിടിച്ചേ പറ, ഓടിവോ, പറ, ഓടിവോ, യേശുവിനെ കാണാൻ വാ. വീണ്ടും യേശുവിനെ കാണാൻ വാ. That is the message you have to preach. അതാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ട സുവിശേഷം. I saw the Savior, you come. ഞാൻ രക്ഷകനെ കണ്ടു, നിങ്ങളും എൻ്റെ കൂടെ വാ. I got saved, you come and get saved. ഞാൻ രക്ഷ പ്രാപിച്ചു, രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ കൂടെ വാ. I got healed, you can come and get healed. എനിക്ക് സൗഖ്യം കിട്ടി, സൗഖ്യം വേണമെങ്കിൽ എൻ്റെ കൂടെ വാ. That is the preaching. അതാണ് പ്രസംഗം. When you go to a supermarket, a mall, that is a mission field. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ, അത് ഒരു മിഷൻ ഫീൽഡാണ്. When you go to visit your aunt who is sick, that is a mission field. രോഗിയായി കിടക്കുന്ന നിങ്ങളുടെ ആൻറ്റിയെ നിങ്ങൾ സന്ദർശിക്കാനായി പോകുമ്പോൾ അത് ഒരു സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫീൽഡാണ്, വിളനിലമാണ്. When you go to pay a visit your sick friend who is admitted in some hospital, that is a mission field. ഏതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ അത് ഒരു മിഷൻ ഫീൽഡാണ്. When you go to school, that is a huge mission field. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അത് വലിയ ഒരു വയലാണ്. If there are 60 workers in your office, that is a big mission field. നിങ്ങളുടെ ഓഫീസിൽ 60 തൊഴിലാളികളുണ്ടെങ്കിൽ അത് ഒരു സുവിശേഷത്തിന്റെ വയലാണ്. In your Kudumbashree, if there are 35 people, that's a mission field. നിങ്ങളുടെ കുടുംബശ്രീയിൽ 30 പേരുണ്ടെങ്കിൽ അതൊരു സുവിശേഷത്തിന്റെ വയലാണ്. The harvest is plentiful. കൊയ്ത്ത് വളരെയുണ്ട്. But I don't have enough workers. എന്നാൽ ഇത് കൊയ്ത്തുകാർക്ക് വേണ്ടി യാചിക്കുവിൻ. No, I don't have enough workers. എന്നാൽ വേലക്കാരോ വളരെ ചുരുക്കമായിരിക്കുന്നു. 38. Ask the Lord of the harvest, therefore, to send out workers into his harvest field. 38. അതുകൊണ്ട് കൊയ്ത്തിന്റെ ഉടമസ്ഥനോട് തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ അപേക്ഷിപ്പിൻ. The harvest is plentiful, workers are few, so go to all the Bible colleges and recruit people. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമാണ്, അതുകൊണ്ട് എല്ലാ ബൈബിൾ സ്കൂളിലേക്കും പോയി സുവിശേഷ വേലയിലേക്ക് ആളെ ചേർക്കാൻ പറഞ്ഞില്ല. No, he said pray. അവൻ പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ്. What is the instruction? എന്തായിരുന്നു ആ നിർദ്ദേശം? Pray. പ്രാർത്ഥിക്കുവിൻ. Pray to whom? ആരോട് പ്രാർത്ഥിക്കണം? Pray. Ask the Lord of the harvest to send out workers into his harvest field. കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ അപേക്ഷിപ്പിൻ. I'll explain the technical side of this. അതിന്റെ സാങ്കേതിക വശം ഞാൻ വിശദീകരിക്കാം. When we pray the Lord of the harvest to send more workers, ആ കൊയ്ത്തിന്റെ യജമാനനോട് കൂടുതൽ വേലക്കാരെ അയക്കുവാനായി നാം പ്രാർത്ഥിക്കുമ്പോൾ, how many of you want to pray that prayer? എത്ര പേര് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു? Not for visa, വിസയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, not for bank loans. ബാങ്ക് ലോൺ അടച്ചീർക്കാനുള്ള പ്രാർത്ഥനയല്ല. When you pray for more workers, കൂടുതൽ വേലക്കാരെ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുമ്പോൾ, how many of you want to pray like that? എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു? Lift your hands. കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചേ. When you start praying, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ you will be the first worker. നിങ്ങളായിരിക്കും ആദ്യത്തെ വേലക്കാരൻ. Because God will anoint you, God will talk to you, God will equip you, He will teach you, He will strengthen you, and He will send you. അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യും, അവൻ നിങ്ങളെ ശക്തീകരിക്കും, അവൻ നിങ്ങളെ പഠിപ്പിക്കും, അവൻ നിങ്ങളെ വേലയിലേക്ക് അയക്കും. That's what happened to me. അതാണ് എനിക്ക് സംഭവിച്ചത്. Many years back, when I prayed this prayer, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ, around 4 months I used to pray every day in the evening for many hours, taking fasting, praying.
And God equipped me and He sent me. 4 മാസം നിരന്തരമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം എന്താണ് ചെയ്തത്? എന്നെ സജ്ജമാക്കി തന്റെ വേലയിലേക്ക് എന്നെ അയച്ചു. I have never gone to any Bible school. ഞാൻ ഒരിക്കലും ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല. I'm not theologically trained. ഞാൻ ദൈവശാസ്ത്രപരമായി പരിശീലനം ലഭിച്ച വ്യക്തിയല്ല. But I know one thing. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. Jesus saved me. യേശു എന്നെ രക്ഷിച്ചു. He can save you too. അവന് നിന്നെയും രക്ഷിക്കുവാൻ കഴിയും. That's my message, and that's very simple. അതാണ് എന്റെ സന്ദേശം. അത് വളരെ And for that there is ലളിതമാണ്. no need of any training. അത് പറയാൻ പ്രത്യേക പരിശീലനത്തിന്റെ ആവശ്യമില്ല. That is the most powerful testimony in the world. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. So from today pray so that God will equip you and send. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ ഒരുക്കി സജ്ജമാക്കി അയക്കാനിടയാകും. Okay brother, but I have a doubt. ശരി ബ്രദറെ, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. Okay, if I work like that, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചാൽ maybe I will win 1 soul, 2 souls, 5 souls, 10 souls. ഒരു പക്ഷേ 1 2 How many of you sitting here, you have at least one soul for Christ? Lift your hands. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരാളെങ്കിലും യേശുവിന് വേണ്ടി നേടിയിട്ടുള്ളവർ ഒന്ന് കൈ ഉയർത്തി കാണിക്കാമോ? There are so many. നിരവധി ആളുകളുണ്ട്. 2, lift your hands. 2 പേരെ യേശുവിന് വേണ്ടി നേടിയിട്ടുള്ളവർ കൈ ഉയർത്തുക. In your lifetime. നിങ്ങളുടെ ജീവിതകാലം കൊണ്ട് മുഴുവൻ. 3. 3 പേരെ. Hands are less. 5. 5 പേരെ നേടിയിട്ടുള്ളവർ. 10. 10 പേർ. Lesser. 20. 20 പേരെ നേടിയിട്ടുള്ളവർ. 25. 25. Lesser. കൈകൾ കുറഞ്ഞു വന്നു. 1, 2, only 2. 2 പേർ. 50. 50 പേരെ. Only 1. ഒരാൾ മാത്രം. 100. 100 പേർ. I don't see any hands now. കരകളൊന്നും കാണുന്നില്ല. So at this rate, if you are winning souls, അങ്ങനെയെങ്കിൽ ഈ ഒരു നിരക്കിൽ ഞങ്ങൾ we have 7.2 billion. നമുക്ക് 720 കോടി ആളുകളില്ലേ? So if I am winning 100 souls or even 1,000 souls, what difference will it make in this world? ഞാൻ ഇനി 100 പേര് അല്ല 1000 പേരെ ഞാൻ നേടിയാലും എന്ത് വ്യത്യാസമാണ് ദൈവരാജ്യത്തിൽ ഉണ്ടാവുക? This is a common question. ഇതൊരു പൊതുവായ ചോദ്യമാണ്. Many years back, ചില വർഷങ്ങൾക്ക് മുമ്പ് an old man was watching along a beach. ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു കടൽ തീരത്തൂടെ നടക്കുകയായിരുന്നു. He saw somebody going ahead of him. തന്റെ മുൻപിലൂടെ ഒരാൾ പോകുന്നത് കണ്ടു. And there was a young man. അതൊരു ചെറുപ്പക്കാരനായിരുന്നു. And he was doing something. ആ ബാലകൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He was picking something from the ground and he was throwing into the sea. അവൻ എന്തോ ആ കടൽ തീരത്ത് നിന്ന് എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And he went closer. The old man went closer. ആ വൃദ്ധനായ മനുഷ്യൻ ആ ബാലകന്റെ He അടുക്കിലേക്ക് noticed one thing. ഒരു കാര്യം മനസ്സിലായി. This young man was picking up starfish and throwing back to the sea. ഈ ബാലകൻ നക്ഷത്ര മത്സ്യങ്ങളെ അതിനെ എടുത്തിട്ട് തിരികെ ഇതാ കടലിലേക്ക് എറിഞ്ഞിടുകയാണ്. The scenario was this: when the waves hit the shores, it brought in a lot of millions of starfish, and the waves retreated, and the starfish was left on the beach. തിരമാല ശക്തിയായിട്ട് അടിക്കുമ്പോൾ ഇത് നക്ഷത്ര മത്സ്യങ്ങൾ കടൽ തീരത്തേക്ക് വന്ന് അണയുകയും തിരികെ തിരമാല പോകുമ്പോൾ അവ മണലിൽ അവശേഷിക്കുകയും ചെയ്തു. There are hundreds and thousands and millions of them all along the beach. നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ ഇതാ കടൽ തീരത്തിലെമ്പാടും പരന്നു കിടക്കുകയാണ്. But this young man with his little hand was picking up one by one. എന്നാൽ ഈ ചെറിയ ബാലകൻ തന്റെ കുഞ്ഞു കൈവച്ച് ഓരോന്നോരോന്ന് എടുത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So the old man asked, what difference will it make? ഈ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, നീ ഇങ്ങനെ ചെയ്താൽ എന്ത് വ്യത്യാസമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? Miles and miles long beach and there are millions of starfish. What are you going to do? What difference will it make if you do this? കിലോമീറ്ററോളം നീളമുള്ള ഈ കടൽ തീരത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ചെയ്യുന്ന ചെറിയ കാര്യം എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? The young man ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, one more starfish. അവൻ വീണ്ടും ഒരു നക്ഷത്ര മത്സ്യത്തെ എടുത്തു. And he said, അവൻ പറഞ്ഞു, I am making a difference to this starfish. And he threw it into the sea. ഞാൻ ഈ നക്ഷത്ര മത്സ്യത്തിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഞാൻ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് വീണ്ടും അതിനെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. When you bring one person to Jesus, നിങ്ങൾ ഒരാളെ യേശുവിലേക്ക് കൊണ്ടുവരുമ്പോൾ you are making a difference in that person. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വ്യത്യാസം ഉണ്ടാക്കുകയാണ്. Maybe you cannot change the whole world. You are not called for that. ഒരുപക്ഷേ മുഴു ലോകത്തെയും നിങ്ങൾ വ്യത്യാസപ്പെടുത്തുന്നുണ്ടാകില്ല. But one man,
പക്ഷെ ഒരു വ്യക്തി, one family, ഒരു കുടുംബം, 2 families, 2 കുടുംബം, 30 people, 30 ആളുകൾ, 50 people, 50 ആളുകൾ, their future will change eternally. അവരുടെ നിത്യത, അവരുടെ ഭാവി നിത്യമായി മാറ്റപ്പെടും. That bunch of people will never spend their eternity in hell. They'll be spending their eternity with Jesus in heaven. അത്രയും ആളുകൾ നിത്യ നരകത്തിൽ അവർ കഴിയുകയില്ല, യേശുവിനോടൊപ്പം സ്വർഗ്ഗത്തിൽ അവർ ആനന്ദിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. The harvest is plentiful. ഇതാ കൊയ്ത്ത് വളരെയുണ്ട്. Can you be a worker of the Lord Jesus? യേശു കർത്താവിന്റെ ഒരു വേലക്കാരനായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുമോ? If you are willing, shout hallelujah. അങ്ങനെ മനസ്സുള്ളവർ ഉറക്കെ ഒരു ഹല്ലേലൂയ. One more hallelujah. ഒരിക്കൽ കൂടെ, One more hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. Lift your hands and pray a prayer of dedication right now. നമ്മുടെ 2 കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഒരു സമർപ്പണത്തിന്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. Everybody lift your hands. എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി Pray this prayer after me. എന്നോടൊപ്പം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. Lord Jesus, I know that the harvest is plentiful. കർത്താവായ യേശുവേ, കൊയ്ത്ത് വളരെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. I want to be a worker. ഞാൻ അങ്ങയുടെ ഒരു വേലക്കാരനാകുവാൻ ആഗ്രഹിക്കുന്നു. Send me to your feet. അങ്ങയുടെ വയലിലേക്ക് എന്നെ അയക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Dubai Blessing Festival, June 22nd, Thursday. Time 7 p.m. to 10 p.m. Mosala Tower, Party Hall, near to Food Court, Al Fahadi Metro Station, Exit Dubai. Al Nada Blessing Festival, 23rd June. Time 5 p.m. to 7 p.m. ABC Hall, Hall number 7, Office Entrance, near Al Mulla Plaza, Al Nada. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി തന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് കിഡ്നിയിൽ യാതൊരു പ്രശ്നവും ഇല്ല, താൻ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർ പറയാനിടയായി. യേശു കർത്താവ് എനിക്ക് മാറ്റിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ബ്രദർ, ഈ സഹോദരി പേര് ഡെയ്സി. താൻ കോഴിക്കോട് നിന്ന് തന്നെയാണ് വരുന്നത്. തനിക്ക് 2-3 മാസങ്ങൾക്ക് മുൻപ് ദൈവം ചെയ്തൊരു അത്ഭുതമാണ്. തൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് തനിക്ക് ശക്തിയായ വേദന ഉണ്ടായിരുന്നു. ഈ സഹോദരി ടെസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. വളരെ പേടിയായിരുന്നു, കാരണം ക്യാൻസർ മൂലമാണ് തൻ്റെ അമ്മ മരിച്ചത്. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്കും ആ രോഗം തന്നെ വരുമോ ആണോ എന്നെല്ലാം ഈ സഹോദരി പേടിച്ചു. അതിനിടയ്ക്ക് തൻ്റെ മുഖത്തും കാലിനുമെല്ലാം നീര് വരാനിടയായി. ഈ നീര് വന്നപ്പോൾ താൻ ചെക്കപ്പിനായി കടന്നുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് തൻ്റെ കിഡ്നിയിൽ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിനുശേഷം താൻ മെഡിസിൻ എല്ലാം വാങ്ങി താൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് താൻ പ്രേയറിൽ നമ്മുടെ രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥനയിൽ താൻ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ബ്രദർ ഡാമിയൻ TV-യിൽ കൂടെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ബ്രസ്റ്റിൽ വേദനയുള്ള ഒരു സഹോദരിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ ഡാമിയൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ സഹോദരി പറഞ്ഞു അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിച്ചു. സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്: ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന വേദന പൂർണ്ണമായി മാറി എന്ന് പറയുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിയൻ ഇങ്ങനെ TV-യിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ പ്രാർത്ഥിച്ചു. ഓക്കെ, അപ്പം ഞാൻ യേശു കർത്താവ് എനിക്കൊരു രോഗവും തരൂല എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ആ സമയം തന്നെ ആ വേദന മാറിപ്പോയി. മാറിപ്പോയി. എത്ര വർഷങ്ങളുണ്ടായിരുന്നു ആ വേദന? എത്ര നാളുകളുണ്ടായിരുന്നു? അല്ലെങ്കിൽ 6 മാസമായിട്ട് 6 മാസമായിട്ട് തുടർമാനമായിട്ട് വേദന ഉണ്ടായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട്? കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വേദനയുണ്ട്. ഞാൻ യേശു കർത്താവ് എനിക്ക് മാറ്റിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചു. ഒരു പേടിക്കാൻ കാരണം ഇതാണ്, തൻ്റെ അമ്മ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻസർ മൂലം മരിച്ചു. ഈ സഹോദരി പിന്നീട് താൻ ചെക്കപ്പിനായി കടന്നുപോയി. ഈ കിഡ്നിയുടെ എല്ലാം താൻ ചെക്ക് ചെയ്തു. ആദ്യം പറഞ്ഞത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞത് ഡോക്ടർ. രണ്ടാമത്തെ ടെസ്റ്റിൽ അത്ഭുതം എന്ന് പറയട്ടെ, തൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ പറയുകയാണ് തനിക്ക് കിഡ്നിയിൽ യാതൊരു പ്രശ്നവും ഇല്ല, താൻ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർ പറയാനിടയായി. കിഡ്നിയുടെ ആ പ്രശ്നവും മാറിപ്പോയി. പ്രശ്നമുണ്ടെന്ന് ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ടിനിടയിൽ, ഈ 2 റിപ്പോർട്ടുകൾക്കിടയിൽ സിസ്റ്റർ ബ്രദർ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും മൈ പ്രേയർ ഡയറിയിലെ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കിയതിന് ശേഷം പ്രശ്നമില്ല, മരുന്നുകൾ കഴിക്കുന്നില്ല, ഒന്നുമില്ല. കൈകളടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാമോ?
കർത്താവ് അത്ഭുതകരമായ ഒരു സൗഖ്യം കൊടുത്തു. കൈകൾ നീട്ടിയ സഹോദരി ഒന്ന് അനുഗ്രഹിച്ചാലും കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൊടുത്ത അനുഗ്രഹം, സൗഖ്യം നിലനിൽക്കട്ടെ തൻ്റെ ജീവിതത്തിൽ. കർത്താവ് കൊടുത്ത ഈ അനുഗ്രഹത്തെ നിമിത്തം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹം, സൗഖ്യം കൊടുക്കുവാൻ ഈ സഹോദരിയെ കർത്താവ് ഉപയോഗിക്കണമേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. ആദ്യമേ തന്നെ ഞാൻ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാനായി പോകുന്നത്. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ ഇപ്പോൾ നീട്ടുവാൻ തുടങ്ങിയാലും, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കർത്താവേ. വല്ലാത്ത പനിയുടെ അസ്വസ്ഥതകൾ കൊണ്ട് മാസങ്ങളോളമായി പനിച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാറി മാറി വരുന്ന അസുഖങ്ങൾ ഒരു മാസത്തിലധികമായിട്ട് നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുകയാണ്. അത്തരത്തിലുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ, നിങ്ങളുടെ കാലിൽ എപ്പോഴും ഞരമ്പ് വലിച്ചു പിടിക്കുന്നത് പോലെ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. നിങ്ങൾ ഇരുന്നിട്ട് നടക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പരസഹായമില്ലാതെ എവിടെയെങ്കിലും പിടിക്കാതെ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും പോകുവാൻ നിങ്ങൾ വളരെയധികം നാണിക്കുകയാണ്. അത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ കാലുകളിലേക്ക് ആ സൗഖ്യം വന്ന് ചേരട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവ് പറയുന്ന വിവാഹത്തിൻ്റെ കാര്യത്തിൽ വർഷങ്ങളായി നിങ്ങൾ ശ്രമിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല. പല വിവാഹാലോചനകൾ വന്നിട്ടും നടക്കാതെ പോകുന്നു. അത് നിമിത്തമായിട്ട് വളരെയധികം വേദനയിലായിരിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. കർത്താവ് അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ഈ മാസങ്ങളിൽ ചെയ്യുവാനായി പോകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾ കാണുവാനായി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള ആ വ്യക്തിക്ക് വേണ്ടി അത്ഭുതം തന്നെ പ്രവർത്തിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യനായ ഒരു വരനെങ്കിൽ വധുവെങ്കിൽ വന്ന് ചേരട്ടെ കർത്താവെ. അത്ഭുതം ആ ഭവനത്തിനകത്ത് സംഭവിക്കട്ടെ എന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്കൊരു കാര്യം അറിയാം, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തിച്ചേരുമ്പോൾ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ കൃപയും പകരപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ആ കൃപയും ആ അനുഗ്രഹങ്ങളും ആ സാന്നിധ്യവുമായിട്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.